നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. മഴ പെയ്താൽ പിന്നെ റോഡ് തോടാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ അല്പം സാഹസിക യാത്ര തന്നെ വേണ്ടിവരും. സ്വതവേ തിരക്കുള്ളതും വീതി കുറഞ്ഞതും ഗതാഗത ബ്ലോക്കും ഉണ്ടാകുന്ന റോഡിൽ മഴ പെയ്താൽ ഉണ്ടാകുന്ന അവസ്ഥ പറയാതെ തന്നെ ചിന്തിക്കാവുന്നതേയുള്ളൂ. അപ്പോൾ എന്ത് വേണം? കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം. പക്ഷേ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന പണി കാട്ടി പൊതുജനത്തെ പൊട്ടന്മാരാക്കരുത്. മഴക്കാലം ശക്തമാകുന്നതിന് മുൻപായി തന്നെ തൃശൂർ കുന്നംകുളം റോഡിൽ പതിവ് പോലെ ഗർത്തങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു. യാത്രികരുടെ ജീവന് തന്നെ ഭീഷണിയായി മാറിയ നിലയിലുള്ള കുഴികളാണ് റോഡിലുടനീളം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലാണ് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന വിധത്തിലുള്ള കുഴികൾ നിറഞ്ഞിരിക്കുന്നത്. മഴ പെയ്തു തുടങ്ങിയതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെങ്കിലും പൊതുമരാമത്ത് വകുപ്പിന്റെ നിസ്സംഗതയ്ക്ക് ഒരു മാറ്റവുമില്ല. മഴ പെയ്യുന്നതിന് മുൻപായി തന്നെ കുഴികൾ അടയ്ക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാകാത്ത സാഹചര്യമാണുള്ളത്. സംസ്ഥാന പാതയിൽ റോഡിന് ഏറ്റവും വീതി കുറഞ്ഞ മേഖലയാണ് ചൂണ്ടൽ മുതൽ മഴുവഞ്ചേരി വരെയുള്ള പ്രദേശം. അപകടങ്ങളും ഗതാഗതക്കുരുക്കും നിത്യസംഭവമായ ഇവിടെ റോഡിൽ പ്രത്യക്ഷമായ കുഴികൾ യാത്രികരെ സംബന്ധിച്ച് കൂനിന്മേൽ കുരുവിന് സമാനമാണ്. 6 മാസം കൂടുമ്പോൾ ഈ പാതയിൽ കുഴികൾ പ്രത്യക്ഷപ്പെടുന്നത് പതിവാണ്. മാധ്യമങ്ങളിൽ വാർത്ത വരികയും യാത്രികർ വിളിച്ച് പ്രതിഷേധം അറിയിക്കുമ്പോഴോ കണ്ണിൽ പൊടിയിടുന്ന വിധത്തിൽ കുഴികൾ അടയ്ക്കുന്നതാണ് PWD മേലാളന്മാരുടെ പതിവ്. ഞാൻ സ്ഥിരമായിട്ട് കോഴിക്കോട് മുതൽ തൃശ്ശൂർ വരെ യാത്ര ചെയ്യുന്ന ആളാണ്. ഈ കേച്ചേരി കഴിഞ്ഞ് കൈപ്പറമ്പ് വരെയുള്ള ഈ അതിനിടക്ക് വരുന്ന റോഡ് കൂടെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ദുരിതമാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഒരു ടാസ്ക് ആയിട്ട് മാറിയിരിക്കുകയാണ്. എപ്പം വന്നാലും ഇതാണ് സ്ഥിതി. വളരെ മോശമാണ് റോഡ്. കരാറുകാരനും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമാണ് ഇടയ്ക്കിടെ കുഴികൾ പ്രത്യക്ഷമാകുന്നതിന് പിന്നിലുള്ളതെന്ന ആക്ഷേപം നിലവിലുണ്ട്. പാതയോരത്ത് ഒരൊറ്റ തെരുവിളക്ക് പോലും പ്രകാശിക്കാത്തതിനാൽ രാത്രികാലങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്ന കുഴികളിൽ ഇരുചക്ര വാഹനങ്ങൾ വീണ് അപകടമുണ്ടാകുന്നത് നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. സ്ഥിരം അപകട മേഖലയായ ഇവിടെ ഇരുചക്രവാഹന യാത്രികർക്ക് കുഴികളിൽ വീണ് ജീവൻ നഷ്ടപ്പെടുകയോ ഗുരുതര പരിക്കേൽക്കുകയോ ചെയ്യുന്നതിനായുള്ള കാത്തിരിപ്പിലാണോ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പഞ്ചായത്ത് റോഡുകൾ പോലും മികച്ച നിലവാരത്തിലായിട്ടും ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന ഈ പാത ശോച്യാവസ്ഥയിൽ തുടരുന്നതിൽ ജനപ്രതിനിധികളുടെ കഴിവുകേടും പ്രധാനമാണ്. മഴ തുടങ്ങിയപ്പോഴേ ഇങ്ങനെ ശക്തമായ മഴ തുടർന്നാൽ എന്താകും സ്ഥിതി എന്ന് കണ്ടറിയുക തന്നെ വേണ്ടിവരും. ഇത്തരം കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട് പ്രവൃത്തികൾ ചെയ്യേണ്ടതാണ്. വാർത്ത വരാനോ അപകടം സംഭവിക്കാനോ കാത്തിരിക്കുന്നത് ജനപ്രതിനിധികൾക്ക് ചേർന്ന കാര്യമല്ല. പൊതുജനം വോട്ട് തന്ന് ജയിപ്പിക്കുന്നതിന്റെ കൂറെങ്കിലും തിരിച്ചു കാണിച്ചാൽ രക്ഷപ്പെടുന്നത് ഒരുപാട് ജീവനുകളായിരിക്കും. വ്യാജന്മാർ കൊടികുത്തി വാഴുന്നതാണ് കാലം. പഠിച്ച കള്ളന്മാരായതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും ഇവർ ആരുടെയും വലയിൽ കുടുങ്ങാറില്ല. സ്വന്തം കാര്യലാഭത്തിനു വേണ്ടി മറ്റുള്ളവരുടെ ജീവനും ജീവിതവും വെച്ചുകൊണ്ട് ഡോക്ടർ പദവിയിൽ വിലസിയ ഡോക്ടർ അല്ലാത്ത ഡോക്ടർ ഒടുവിൽ കുടുങ്ങി. പാറേമ്പാടത്ത് പ്രവർത്തിച്ചിരുന്ന റോഷ്നി ക്ലിനിക് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് പ്രതി വ്യാജ ചികിത്സ നടത്തിയിരുന്നത്. ചികിത്സിക്കാൻ ആവശ്യമായ രേഖകളില്ലാതെ പൈൽസിനും ഫിസ്റ്റുലയ്ക്കും ചികിത്സ നടത്തിയതിനാണ് ഇയാളെ കുന്നംകുളം പോലീസ് പിടികൂടിയത്. പ്രതി പാറേമ്പാടത്ത് വാടക വീടെടുത്ത് ആരംഭിച്ച റോഷ്നി ക്ലിനിക് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് വ്യാജ ചികിത്സ നടത്തിയിരുന്നത്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ജിഷിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മേഖലയിൽ പൈൽസിനും ഫിസ്റ്റുലയ്ക്കും വ്യാജ ചികിത്സ നടത്തുന്നുണ്ടെന്ന് കുന്നംകുളം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ക്ലിനിക്കിൽ പോലീസും നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകളും ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന വസ്തുക്കളും പിടിച്ചെടുത്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എന്തായാലും ചികിത്സയ്ക്ക് പോയ കൂട്ടത്തിൽ ആർക്കോ എന്തോ സംശയം തോന്നി എന്നുള്ളത് വ്യക്തം. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാവും എന്നാണല്ലോ. അങ്ങനെ ഡോക്ടറുടെ ചികിത്സയുടെ കാര്യത്തിൽ തീരുമാനമായി. ഇത്രയും നാൾ ഈ വ്യാജ ഡോക്ടറെ വിശ്വസിച്ച് ചികിത്സ നടത്തിയവരുടെ കാര്യം എന്താണാവോ എന്ന് ഇനി പുറത്തു വരുമായിരിക്കും. വികസനമാണ് നാടിന്റെ പുരോഗതി. അതിനുവേണ്ടി പദ്ധതികൾ പ്രാവർത്തികമാക്കുമ്പോൾ ജനങ്ങളുടെ ജീവിത നിലവാരം കൂടി മെച്ചപ്പെടും. പ്രത്യേകിച്ച് ടൂറിസത്തിന് ഒരുപാട് സാധ്യതകൾ ഉള്ളതാണ് കാലം. മനോഹാരിതയുള്ള സ്ഥലത്തിന് അതിനുവേണ്ട സൗകര്യങ്ങൾ കൂടി ഒരുക്കിയാൽ ആളുകൾ ആസ്വദിക്കാനായി എത്തും. അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാനുള്ള ശ്രമം പുന്നേർകുളത്ത് നടക്കുന്നുണ്ട്. ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിയാം.
പുന്നയൂർകുളം ഉപ്പുങ്ങൽ കടവിൽ വിനോദ വിശ്രമ കേന്ദ്രം ഒരുക്കാനാണ് പദ്ധതി. 1 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ DPR ടൂറിസം വകുപ്പിന് സമർപ്പിച്ചു. 40% പഞ്ചായത്തും 60% ടൂറിസം വകുപ്പും വകയിരുത്തുന്ന വിധത്തിലാണ് DPR തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യഘട്ട നിർമ്മാണം അടുത്ത ദിവസം ആരംഭിക്കും. 15 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് ഇതിന് വകയിരുത്തിയിട്ടുള്ളത്. പാലത്തിന് സമീപത്തെ 20 സെന്റ് ഭൂമിയിലാണ് സന്ദർശകർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. ഇവിടെയുള്ള ആലിനു തറ കെട്ടും. ബാക്കി 2800 ചതുരശ്ര അടി ഭാഗം കട്ട വിരിച്ച് പുൽത്തകിടി പിടിപ്പിക്കും. ഉപ്പുങ്ങൽ പാലം മുതൽ ഇവിടം വരെ 50 മീറ്ററോളം ദൂരം റോഡിന്റെ തെക്കുഭാഗത്ത് നടപ്പാതയും ഹട്ടുകളും പണിയും. സൂര്യോദയവും അസ്തമയവും കാണാൻ വാച്ച് ടവർ നിർമ്മിക്കും. 100 അടിത്തോട്ടിൽ ബോട്ട് സർവീസും ആരംഭിക്കും. പരൂർ കോൾപ്പടവിലേക്ക് വാഹനങ്ങൾക്ക് പോകാൻ 20 അടി വീതിയിൽ പുതിയ റോഡ് നിർമ്മിക്കും. ഇവിടെ ആർച്ച് രൂപത്തിലുള്ള ഗേറ്റും നിർമ്മിക്കും. സന്ദർശക കേന്ദ്രം പണിയുന്ന ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ പാടത്തേക്ക് വാഹനങ്ങൾ പോകുന്നത്. ഇതൊഴിവാക്കി പാലം ഇറങ്ങിവരുന്ന ഭാഗം മുതൽ തെക്കുഭാഗത്തെ ബണ്ടു വരെ 100 മീറ്റർ ദൂരം മണ്ണിട്ടുയർത്തി സംരക്ഷണ ഭിത്ത് കെട്ടിയാണ് റോഡ് പണിയുക. ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായി അളവെടുപ്പ് നടത്തി. അതേസമയം ഇവിടെ സ്വകാര്യ വ്യക്തി ഭൂമി കയ്യേറിയിട്ടുണ്ടെന്നും അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷം നിർമ്മാണം ആരംഭിക്കാൻ പാടുള്ളൂ എന്നും ആവശ്യപ്പെട്ട് ഏതാനും കർഷകർ രംഗത്തെത്തി. പദ്ധതി പ്രദേശം നിർണയിക്കുന്നത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇടപെട്ട് പ്രശ്നം ശാന്തമാക്കി. ഭൂമി സർവേ ചെയ്യാൻ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും കയ്യേറ്റമുണ്ടെങ്കിൽ തിരിച്ചുപിടിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, വൈസ് പ്രസിഡന്റ് EK നിഷാർ എന്നിവർ പറഞ്ഞു. പദ്ധതി പ്രാവർത്തികമായാൽ അത് ടൂറിസം വരുമാനത്തിനു കൂടി വഴിയൊരുക്കും. പക്ഷേ നടപ്പിലാക്കണമെന്ന് മാത്രം. തുടക്കത്തിൽ തന്നെ ചെറിയ കല്ലുകടി ഉണ്ടായത് ഒതുക്കി തീർത്തെങ്കിലും ഇനിയും അതുണ്ടാകുമോ എന്ന് പറയാനാവില്ല. പല മുറുമുറുപ്പിനിടയിൽ ഫയലിൽ കെട്ടിക്കിടക്കാതെ വെളിച്ചം കണ്ടാൽ സംഗതി കലക്കും. മഴ പെയ്താൽ പുറത്തിറങ്ങാൻ കഴിയില്ലെന്നത് സ്വാഭാവികം. അകത്തിരിക്കാനും കഴിയാത്ത അവസ്ഥയാണെങ്കിലോ, അതും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ. ആളുകൾ കൂട്ടത്തോടെ എത്തുന്ന സ്ഥലങ്ങളിൽ മഴവെള്ളം കൊണ്ട് നടക്കാനോ ഇരിക്കാനോ പറ്റാത്ത സ്ഥിതി. ഇനിയിപ്പോ പരാതി ആരോട് പറയും? കേൾക്കുന്നവർ കൈമലർത്തുക കൂടി ചെയ്താൽ പിന്നെ മഴ മാറി വെയിൽ വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുമോ എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. 2 വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്ത അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രമാണ് ചോർന്നൊലിക്കുന്നത്. മുകൾ ഭാഗം കോൺക്രീറ്റ് മേൽക്കൂര ഉണ്ടെങ്കിലും മഴ പെയ്താൽ കെട്ടിടത്തിനുള്ളിൽ കുട ചൂടിയിരിക്കേണ്ട ഗതികേടാണ്. ഓഫീസ് റൂം, OP ടിക്കറ്റ് കൗണ്ടർ, രോഗികൾക്ക് ഇരിക്കാനുള്ള സ്ഥലം എന്നിവയാണ് ചോരുന്നത്. ഇതുമൂലം ആശുപത്രിയിൽ എത്തുന്നവരും ജീവനക്കാരും ഒരുപോലെ ബുദ്ധിമുട്ടുകയാണ്. ടൈൽ വിരിച്ച നിലമായതിനാൽ വെള്ളത്തിൽ വഴുതി വീഴുന്ന അവസ്ഥയുമുണ്ട്. ചുമര് നനയുന്നതിൽ വൈദ്യുതി ഷോക്ക് ഉണ്ടാകുമെന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. 2012 കെട്ടിടത്തിന്റെ താഴത്തെ നില നിർമ്മിച്ചത്. ഈ കെട്ടിടത്തിനു മുന്നിലെ വാഹന ഷെഡ് ഉൾപ്പെടെയുള്ള ഭാഗം ഉപയോഗപ്പെടുത്തി 2021 നവീകരിച്ചു. നവീകരിച്ച ഭാഗമാണ് ഇപ്പോൾ ചോർന്നൊലിക്കുന്നത്. കെട്ടിട നിർമ്മാണത്തിലെ അപാകതയാണ് ചോർച്ചയ്ക്ക് കാരണമെന്ന് ആക്ഷേപമുണ്ട്. വെള്ളം വീഴുന്ന സ്ഥലത്ത് ജീവനക്കാർ ബക്കറ്റും മറ്റു പാത്രങ്ങളും വെച്ചിരിക്കുകയാണ്. ഓഫീസ്, കൗണ്ടർ എന്നിവിടങ്ങളിലും ചോർച്ചയുള്ളതിനാൽ മഴ പെയ്താൽ ആശുപത്രി പ്രവർത്തനവും മന്ദഗതിയിലാണ്. കഴിഞ്ഞ വർഷം ചോർച്ചയെ തുടർന്ന് പഴയ കെട്ടിടത്തിൽ കൂട്ടിച്ചേർത്ത ഭാഗത്ത് ടാർപോളിൻ ഷീറ്റ് വിരിച്ചാണ് താൽക്കാലികമായി പ്രശ്നം പരിഹരിച്ചത്. എന്നാൽ ഷീറ്റ് പൊട്ടിപ്പൊളിഞ്ഞതിനെ തുടർന്ന് വീണ്ടും ചോർച്ച തുടങ്ങി. പ്രശ്നപരിഹാരത്തിനായി കോൺക്രീറ്റ് വെട്ടിപ്പൊളിച്ചെങ്കിലും പണി പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് ഷീറ്റ് വിരിച്ചത്. കെട്ടിടം നിർമ്മിച്ച കോസ്റ്റ് ഫോർഡ് അധികൃതരെ ബന്ധപ്പെട്ടെങ്കിലും അറ്റകുറ്റപ്പണിക്ക് വകുപ്പില്ലെന്നാണത്രേ മറുപടി ലഭിച്ചത്. മഴക്കാല രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഓടിയെത്തുന്ന ആശാകേന്ദ്രമാവേണ്ട പ്രാഥമികാരോഗ്യ കേന്ദ്രം സുരക്ഷയും നിർഭയത്വവും ഒരുക്കാൻ അധികൃതർ തയ്യാറാകണം എന്നാണ് നാട്ടുകാരുടെ അപേക്ഷ. മുൻകൂട്ടി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പരിഹാരം ചെയ്യേണ്ട കാര്യങ്ങൾ അടിയന്തര പ്രാധാന്യം നൽകി തന്നെ ചെയ്യണം. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാണ് കുടുംബാരോഗ്യ കേന്ദ്രം. മോശമായ ആരോഗ്യസ്ഥിതി ഉണ്ടാകുമ്പോഴാണല്ലോ ഇങ്ങോട്ട് ആളുകൾ എത്തുന്നത്. ആശ്വാസത്തിനായി എത്തുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സുരക്ഷിതമായി ഇരിക്കാനോ നിൽക്കാനോ കഴിയില്ലെന്ന് പറയുന്നത് അധികാരികളുടെ ഉത്തരവാദിത്വമില്ലായ്മയെയാണ് ചോദ്യം ചെയ്യുന്നത്. ഉണ്ണുന്ന ചോറിനോട് കൂറു വേണം എന്നൊരു പഴമൊഴിയുണ്ട്. ഈ ചൊല്ലിന്റെ അർത്ഥം അറിയാത്തവർക്കായി ഒന്ന് വിശദീകരിക്കാം. അതായത് മാസപ്പടി വാങ്ങുമ്പോൾ അതിനനുസരിച്ച് ഉത്തരവാദിത്വത്തോടെ പണിയെടുക്കണമെന്ന് ചുരുക്കം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പരാതികൾ സ്വാഭാവികമായും ഉണ്ടാകും. അങ്ങനെ ചിലരെ കുറിച്ച് മറ്റു ചിലർക്ക് പരാതിയുണ്ട്. എന്താണ് പരാതിയുടെ പൊരുളെന്ന് നോക്കാം. ചാവക്കാട് സബ് ട്രഷറി ജീവനക്കാർക്കെതിരെ എളവള്ളി ഗ്രാമപഞ്ചായത്താണ് രംഗത്തെത്തിയിട്ടുള്ളത്. ജീവനക്കാരുടെ നിരുത്തരവാദിത്തപൂർണമായ പ്രവർത്തനങ്ങൾക്കെതിരായാണ് വിമർശനവുമായി എളവള്ളി ഗ്രാമപഞ്ചായത്ത് രംഗത്തെത്തിയത്.
കഴിഞ്ഞ മാർച്ച് 31-നകം മാറേണ്ട ബില്ലുകൾ 25-ാം തീയതി 5 മണിക്ക് മുൻപ് ട്രഷറി ഓഫീസിൽ ഹാജരാക്കണമെന്നായിരുന്നു സർക്കാർ നിർദ്ദേശം. അങ്ങനെ ഹാജരാക്കപ്പെടുന്ന ബില്ലുകൾ 2023-24 വർഷത്തെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി ക്യൂബില്ലായി നൽകുമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അറിയിപ്പ് നൽകിയിരുന്നു. ഇത് പ്രകാരം എളവള്ളി ഗ്രാമപഞ്ചായത്ത് 61 ബില്ലുകൾ സമയത്തിന് മുമ്പ് തന്നെ ട്രഷറിയിൽ ഏൽപ്പിച്ചിരുന്നു. അതിൽ 12 ബില്ലുകൾ മാത്രമാണ് അംഗീകരിച്ച് നൽകിയത്. മറ്റ് 49 ബില്ലുകളിലായി 56,77,477 രൂപ ട്രഷറി ജീവനക്കാരുടെ അനാസ്ഥ മൂലം 2023-24 വർഷത്തെ ഫണ്ടിൽ നിന്നും ഗ്രാമപഞ്ചായത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം ബില്ലുകൾ 2024-25 വർഷം അനുവദിച്ച പദ്ധതി വിഹിതത്തിൽ നിന്നും നൽകാമെന്ന് പുതിയ നിർദ്ദേശം ഉണ്ടെങ്കിലും പുതിയ വർഷത്തെ 56,77,477 രൂപയുടെ പദ്ധതികൾ തന്മൂലം നഷ്ടപ്പെടും. ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ജില്ലാ ട്രഷറി ഓഫീസർക്ക് പരാതി നൽകിയിരുന്നു. ജില്ലാ ട്രഷറി ഓഫീസർ ആരോപണ വിധേയരായ ചാവക്കാട് സബ് ട്രഷറി ഓഫീസിൽ നിന്നും റിപ്പോർട്ട് തേടിയിരുന്നു. ആരോപണ വിധേയരായവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള മറുപടിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ജില്ലാ ട്രഷറി ഓഫീസർ മറുപടിയായി നൽകിയത്. മറുപടിയിൽ തൃപ്തിയില്ലാത്തതിനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സംസ്ഥാന ട്രഷറി ഡയറക്ടർക്ക് വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് നഷ്ടപ്പെടുത്തിയ ചാവക്കാട് സബ് ട്രഷറി ജീവനക്കാർക്കെതിരെ വകുപ്പുതല അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കൂടാതെ സമയബന്ധിതമായി ബില്ലുകൾ സമർപ്പിച്ചിട്ടും ട്രഷറി ജീവനക്കാരുടെ അനാസ്ഥയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന് നഷ്ടപ്പെട്ട തുക 2024-25 വർഷത്തെ പഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ അധികമായി അനുവദിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രിക്കും പ്രസിഡന്റ് ജിയോ ഫോക്സ് കത്ത് നൽകിയിട്ടുണ്ട്. സമീപ സബ് ട്രഷറികളിൽ ബില്ലുകൾ പൂർണ്ണമായും കൊടുത്തു തീർക്കുന്ന നടപടി ഉണ്ടായിട്ടുണ്ടെന്നും ചാവക്കാട് സബ് ട്രഷറിയിലാണ് ഈ വലിയ അനാസ്ഥ സംഭവിച്ചിട്ടുള്ളതെന്നും ഗ്രാമപഞ്ചായത്തിന്റെ തടഞ്ഞുവെച്ച ഫണ്ട് ലഭ്യമാകുന്നതിന് ഭരണസമിതി ചേർന്ന് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിന്റേതായ ഒരു കാരണവുമില്ലാതെ ട്രഷറി ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം എന്ന് മാത്രം നമുക്ക് സൂചിപ്പിക്കാം. അതിന്റെ ഭാഗമായി എളവള്ളി ഗ്രാമപഞ്ചായത്തിന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് 55,77,477 രൂപയാണ്. പുതിയ സർക്കാരിന്റെ ഉത്തരവനുസരിച്ചുകൊണ്ട് പുതിയ വർഷത്തെ ഫണ്ടിൽ നിന്നും അത് എടുത്തോളാൻ പറയുന്നുണ്ട്. പക്ഷേ പഞ്ചായത്ത് കൃത്യമായി പദ്ധതി നടപ്പിലാക്കി അതിന്റെ ബില്ല് എഴുതി കൊണ്ടുപോയി പറഞ്ഞ സമയത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് പിന്നീട് നമുക്ക് ഈ വർഷം അലോട്ട്മെന്റ് വന്നിട്ടുള്ള സംഖ്യയിൽ നിന്നും അത് എടുക്കുക എന്ന് പറഞ്ഞാൽ പുതിയ പദ്ധതികൾ നമുക്ക് ഉണ്ടാക്കുന്നതിൽ നിന്നും 56,77,477 രൂപ നഷ്ടപ്പെട്ടു എന്നാണ് ചുരുക്കം. കള്ളൻ കപ്പലിൽ തന്നെ എന്ന് സാരം. സർക്കാരിൽ നിന്ന് പണം വാങ്ങുന്നവർ ആ സർക്കാരിന്റെ പണം തന്നെ നഷ്ടപ്പെടുത്താൻ കൂട്ടുനിൽക്കുന്നത് ശരിയായ നടപടിയല്ല. മെല്ലെപ്പോക്ക് നയവും ഒഴിവുകിഴിവുകളും മാറ്റിവെച്ച് വാങ്ങുന്ന ശമ്പളത്തിന്റെ കൂറെങ്കിലും കാട്ടുന്നതിൽ തെറ്റില്ല. മഴ പെയ്താൽ പിന്നെ ദുരന്തങ്ങളുടെ വാർത്തകളാണ് ഏറെയും. നിമിഷ നേരം കൊണ്ട് തകർന്നടിയുന്ന കാഴ്ചകൾ നോക്കി നിൽക്കേണ്ടി വരും. ഇതെല്ലാം അറിഞ്ഞിട്ടും മുന്നോടിയായുള്ള നടപടി എടുക്കാതിരിക്കുന്നത് ശരിക്കേട് തന്നെയാണ്. വലിയ ആപത്തുകൾ ഉണ്ടായിട്ട് സന്ദർശനം നടത്തിയതുകൊണ്ടോ സഹായങ്ങൾ നൽകിയതുകൊണ്ടോ നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ല. അപകടം ഉണ്ടാവാൻ കാത്തിരിക്കുന്നതിനേക്കാൾ അത് സംഭവിക്കാതിരിക്കാനുള്ള നടപടികൾ എടുക്കുന്നതാണ് ഉചിതം. മണ്ണിടിച്ചിൽ ഭീതിയിൽ 15ഓളം കുടുംബങ്ങളാണ് ദുരിതം പേറുന്നത്. കുന്നംകുളം നഗരസഭയിലെ ഉരുളിക്കുന്ന് പ്രദേശത്താണ് 15ഓളം കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീതിയിൽ കഴിയുന്നത്. സ്വകാര്യ വ്യക്തിയുടെ ഉയർന്നു നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏത് സമയവും താഴ്ന്ന ഭാഗത്തുള്ള വീടിന് മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. മഴക്കാലമായാൽ ഈ വീട്ടുകാരിൽ കൂടുതൽ പേരും ജില്ലാ കളക്ടർ, വില്ലേജ് ഓഫീസർ, തഹസിൽദാർ, നഗരസഭാ സെക്രട്ടറി എന്നിവർക്ക് കഴിഞ്ഞ വർഷം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ണെടുത്തു മാറ്റാൻ വില്ലേജ് അധികൃതർക്ക് നിർദ്ദേശം ലഭിച്ചുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. മഴക്കാലം ശക്തമായതോടെ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തു നിന്നും ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത രോഗികളാണ് ഇവിടെ താമസിക്കുന്നവരിൽ കൂടുതൽ പേരും. മണ്ണിടിഞ്ഞ് വീടിനു മുകളിലേക്ക് വീണ് തങ്ങളൊക്കെ മരിച്ചതിന് ശേഷമേ അധികൃതരുടെ കണ്ണു തുറക്കൂ എന്നാണ് ഈ കുടുംബങ്ങളിലുള്ളവർ പറയുന്നത്. അധികൃതർ ഇടപെട്ട് സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. അതേസമയം വിഷയം മഴക്കാല ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് നഗരസഭാ അധികൃതരും അറിയിച്ചു. കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോൾ മഴക്കാലവും കഴിയും. ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടിയന്തര നടപടികൾ എടുക്കേണ്ട സമയത്ത് തന്നെ എടുക്കണം. അതിന് കാലതാമസം വരുത്തിയാൽ പൊലിയുന്നത് ഒരുപാട് മനുഷ്യ ജീവനുകളാണ്. അക്കാര്യം കൂടി ഓർമ്മ വേണം. ജലാശയങ്ങൾ സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ കുടിവെള്ള സ്രോതസ്സുകൾ നിലനിൽക്കുകയുള്ളൂ.
അതിന് ഉണർന്നു പ്രവർത്തിക്കേണ്ടവരാണ് ജനപ്രതിനിധികൾ. വേനൽക്കാലത്ത് കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്നതിന് കുറവ് വരണമെങ്കിൽ ദീർഘവീക്ഷണത്തോടെ തന്നെ അതിനുള്ള വഴികളും കണ്ടെത്തണം. സംരക്ഷണമില്ലാതെ ഉപയോഗശൂന്യമാകുന്ന കുളത്തിന്റെ അവസ്ഥ കാണും. ചെളി നിറഞ്ഞ വൃത്തിഹീനമായിരിക്കുകയാണ് ചൊവ്വന്നൂരിലെ മീമ്പിക്കുളം. സംഭവത്തിൽ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ രംഗത്തെത്തി. കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലുള്ള മീമ്പിക്കുളം വൃത്തിയാക്കുന്നതിനായി നഗരസഭ തുക വകയിരുത്തിയിരുന്നെങ്കിലും കൃത്യമായ രീതിയിൽ പ്രവൃത്തികൾ മുന്നോട്ടു പോകുന്നില്ലെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു. കുന്നംകുളം മേഖലയിൽ ഇത്രയും വൃത്തിഹീനമായ കുളം വേറെയില്ലെന്ന് BJP പ്രവർത്തകർ പറയുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കുളം വൃത്തിയാക്കുന്ന നടപടികൾ ആരംഭിച്ചെങ്കിലും ചെളി കുളത്തിൽ നിന്ന് കോരിയെടുത്ത് സമീപത്ത് തന്നെ കൂട്ടിയിട്ടിരുന്നതിനാൽ ശക്തമായ മഴയിൽ ഇത് വീണ്ടും കുളത്തിലേക്ക് തന്നെ ഒലിച്ചിറങ്ങി. മാത്രമല്ല, സമീപത്തെ പറമ്പിലും നടവഴിയിലും ചെളി കൂട്ടിയിട്ട അവസ്ഥയിലാണെന്നും ആരോപണമുണ്ട്. മുൻപ് പ്രദേശത്തെ നിരവധി വീട്ടുകാരാണ് നിത്യോപയോഗത്തിനായി മീമ്പിക്കുളത്തെ ആശ്രയിച്ചിരുന്നത്. എന്നാൽ ചെളി നിറഞ്ഞ വെള്ളത്തിൽ നിന്ന് ദുർഗന്ധം വമിച്ചു തുടങ്ങിയതോടെ പ്രദേശവാസികൾക്ക് കുളം ഉപയോഗിക്കാൻ കഴിയാതെയായി. വേനൽ അവധിക്കാലമായാൽ നിരവധി വിദ്യാർത്ഥികൾ നീന്തൽ പഠിക്കാൻ ഇവിടെ എത്തിയിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചെളി നിറഞ്ഞതിനെ തുടർന്ന് അപകടഭീതിയിലായ വിദ്യാർത്ഥികൾ നീന്തൽ പഠിക്കാനും ഇവിടെ എത്തുന്നില്ല. നഗരസഭ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തുടർ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും BJP നേതൃത്വം അറിയിച്ചു. അതിന് ഇനി തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ പുതിയ പ്രക്ഷോഭ പരിപാടികളായിട്ട് ഇറങ്ങുന്നതായിരിക്കും. ഒരുപാട് ആളുകൾക്ക് ഗുണപ്രദമാകുന്ന കുളമാണ് ചെളി നിറഞ്ഞ് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായത്. ഇത്തരം ജലാശയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ അനിവാര്യം ആവശ്യമായ ഘട്ടമാണിത്. കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ പ്രവൃത്തികൾ മുന്നോട്ടു പോകാതെയുള്ള മെല്ലെപ്പോക്ക് നയം ശരിയായ കാര്യമല്ല. അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കുക തന്നെ വേണം. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.